ഹായ് ആൾ, ഇന്ന് പറയാൻ പോണത് ചൊവ്വാഴ്ച ചെയ്യുന്ന ഒരു വെറ്റില വഴിപാടാണ്. വസ്തു, വീട്, പ്രശ്നം, ധനം വരവ്, കടം കുറയാൻ, വിചാരിച്ചത് നടക്കാത്തത്, അങ്ങനെ ഇതെല്ലാം നടക്കാൻ വേണ്ടി ഒരു വെറ്റില വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്വന്തം വീട് വാങ്ങാൻ, സ്വന്തം സ്ഥലം വാങ്ങി അതിൽ വീട് വയ്ക്കാൻ, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അതിനെല്ലാം പല തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിലെല്ലാം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടാണിത്. ഇത് 9 വാരം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, 21 ദിവസം ചെയ്യാം, 48 ദിവസം ചെയ്യാം. അങ്ങനെ നമ്മുടെ ആഗ്രഹപ്രകാരം എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതോടുകൂടി ഈ കാമ്പ് ഇതിലിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ആ കാമ്പിലത്തെ നറുമണം നമുക്ക് വീട് മുഴുവൻ വരുന്നതോടുകൂടി നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മുടെ വീട് ഫുള്ളായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലോട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു തട്ടാണ്, മഞ്ഞൾ കുങ്കുമം വെച്ചിട്ടുള്ള ഒരു തട്ട്. അത് കഴിഞ്ഞ് നമുക്ക് വെറ്റിലകൾ എടുക്കാം. ചൊവ്വാഴ്ച മുരുക ഭഗവാനാണ് ഈ വഴിപാട് ചെയ്യുന്നതെങ്കിൽ 6 വെറ്റില വെച്ച് വേണം ചെയ്യാൻ. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം നമുക്ക് 3, 5, 7 അങ്ങനെ ഓഡ് നമ്പേഴ്സായിട്ട് നമുക്ക് ഒറ്റ സംഖ്യയായിട്ട് നമുക്ക് വെറ്റില വഴിപാട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ കാമ്പ് എടുക്കണം. പൊട്ടിയ ഇലകളോ ഒന്നും എടുക്കാൻ പാടില്ല. ഈ കാമ്പ് എടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കണം. ഈ കാമ്പ് നമ്മൾ കളയാൻ പാടില്ല. ഇത് നമ്മൾ ആ വിളക്കിലിട്ടിട്ട് വേണം കത്തിക്കാൻ. അപ്പോഴാണ് ആ എണ്ണ ചൂടാവുമ്പോൾ ആ വെറ്റിലയുടെ ഒരു നറുമണം നമ്മുടെ വീട് ഫുള്ളായി പകർന്ന് അത് ഫുള്ളായിട്ട് വീട്ടിലുള്ള ഫുൾ നെഗറ്റീവ് എനർജീനെയും അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലോട്ട് തരുന്നതായിരിക്കും. ഈ വഴിപാട് ശരിക്കും കറക്റ്റായി ചെയ്യുന്നത് വസ്തു വാങ്ങാനും വിൽക്കാനും സ്ഥലം വാങ്ങാനും വീട് വയ്ക്കാനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ വഴിപാട് വളരെ നല്ലതാണ്. അതായത് ഒരു വീട് വാങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വരിക, അല്ലെങ്കിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വരിക, അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ ആ തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിക്ക് നമ്മുടെ കാര്യം സാധിക്കാൻ ഈ വെറ്റില വഴിപാടിലെ പോസിറ്റീവ് എനർജി നമുക്ക് ഉപകരിക്കും. അപ്പം ഞാൻ 7 വെറ്റില ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അതിൻ്റെ 7 കാമ്പ് 1, 2, 3, 4, 5, 6, 7 കാമ്പും ഞാനിതാ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെറ്റിലയുടെ ഈ തുമ്പിൽ മഞ്ഞൾ വയ്ക്കണം. എല്ലാത്തിലും മഞ്ഞളും കുങ്കുമവും വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അതൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീടുകളിലോട്ട് തരുന്നതാണ്. എന്തെങ്കിലും ധനനഷ്ടം, കാര്യസിദ്ധി ഇല്ലായ്മ, ഇല്ലെങ്കിൽ സമ്പാദിച്ച പൈസ മുഴുവൻ വീട്ടിൽ വരാതിരിക്കുക, എന്തെങ്കിലും ഒരു ചിലവ് വന്നിട്ടേ ഇരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് മാറ്റാൻ ഇങ്ങനത്തെ ഉപ്പുദീപ വഴിപാട്, വെറ്റില ദീപം കത്തിക്കുന്നത്, ഇതിലൂടെയൊക്കെ നമ്മുടെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി വരാൻ വളരെ നല്ലതാണ്. ഇത് ഏത് ദിശയ്ക്ക് വേണമെങ്കിലും കത്തിക്കാവുന്നതാണ്. ചൊവ്വാഴ്ചയാണെങ്കിൽ 6 വെറ്റില വയ്ക്കണം, അല്ലാത്ത ദിവസം 7 വെറ്റില വെച്ച് കത്തിക്കുക. ഒരു മൺവിളക്ക് ഇതിന് മേലെ വയ്ക്കണം. ഇതിന് മേലെ ഇങ്ങനെ വെച്ച് ഇതിലത്തെ 7 കാമ്പും ഇതിലിടണം. എന്നിട്ട് പൂ വെച്ച് അലങ്കരിക്കാം. ഇരട്ടത്തിരി കാണിച്ച് ഏത് ദിക്കിലോട്ട് വേണമെങ്കിലും നോക്കി നമുക്കിത് കൊളുത്താവുന്നതാണ്. ഇത് നമ്മൾ കൊളുത്തി കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് അടുത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യം നിങ്ങൾ അടുത്തിരുന്ന്
പ്രാർത്ഥിച്ച് ഫുൾ എനർജിയും നമ്മൾ വാങ്ങിയെടുക്കുക. ഇത് കത്തുമ്പോൾ ആ നെഗറ്റീവ് എനർജി എല്ലാം പോയി ഒരു പോസിറ്റീവ് എനർജി വരാൻ, അങ്ങനെ വീട് മുഴുവനും ഒരു പോസിറ്റീവ് എനർജി നിറയാൻ ഈ വിളക്ക് നമ്മളെ സഹായിക്കുന്നതാണ്. അതിലൂടെ നമ്മൾക്ക് ധനനഷ്ടം, കടം വരൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഒരിക്കലും നമ്മുടെ വീടുകളിൽ നമുക്ക് പൈസയില്ല എന്ന് പറയരുത്. നെഗറ്റീവ് വാക്കുകൾ പറയും തോറും നെഗറ്റീവ് എനർജി നമ്മുടെ വീടുകളിൽ ധാരാളം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കുന്നു, ധനം വന്നുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ ആരോഗ്യം വളരെ നല്ലതായിക്കൊണ്ടിരിക്കുന്നു, ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള വാക്കുകൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നടക്കും. അപ്പോൾ ഞാൻ ഇതിൽ തിരി ഇട്ടു, ഇരട്ടത്തിരിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് കത്തിക്കാം. ഇത് കത്തിച്ച് കഴിഞ്ഞ് അതൊരു 2 മണിക്കൂർ കത്തുന്നതിൽ ഒരു തെറ്റുമില്ല. ഏത് വിളക്ക് വെച്ചാലും നമ്മളായിട്ട് ഈ വിളക്ക് അണയ്ക്കണം. ഈ ഒരു തീപ്പെട്ടി ഇത് വെച്ചിട്ട് ഇതിങ്ങനെ വലിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാണ് വെറ്റില ദീപം. വീട് സ്ഥലം വാങ്ങാൻ വെറ്റില ദീപം വളരെ നല്ലതാണ്. ഇത് ഫുള്ളായി കത്തി തീർന്നതിന് ശേഷം ഈ ഇലയിൽ നിന്നും കത്തി തീർന്നു കഴിഞ്ഞ് ബാക്കിയിലേക്ക് ആക്കി നമ്മൾ ഈ വിളക്ക് കെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇല വന്ന് പിറ്റേ ദിവസം നമ്മൾ മണ്ണിലോട്ട് ഇടുക. അതായത് ഏതെങ്കിലും പൂച്ചട്ടിയിലോട്ടോ തെങ്ങിൻ്റെ താഴോട്ടോ ഏതിലേക്കെങ്കിലും ഈ വെറ്റില എടുത്തു വയ്ക്കാം. ഡെയിലി ചെയ്യുന്നവരും ഉണ്ട്, എല്ലാ ചൊവ്വാഴ്ച ചെയ്യുന്നവരും ഉണ്ട്. എങ്ങനെ ചെയ്താലും നമ്മൾ അടുത്തിരുന്ന് കുറച്ച് നേരം നല്ലോണം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്യണം. ഇത് നിങ്ങൾക്ക് 9 ആഴ്ച കണ്ടിന്യൂസ് ആയി ചെയ്യാം, ഇല്ല 21 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യാം, ഇല്ല 41 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യാം. എല്ലാം നിങ്ങളുടെ 48 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെറ്റില വഴിപാട് എല്ലാവരും ചെയ്ത് വഴിപടണം. വളരെ നല്ലൊരു വഴിപാടാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.